സെൽഫ് ഡൗട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വില്ലനായി തീർന്നിട്ടുണ്ടോ? നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനായി സാധിക്കും? 5 ലക്ഷണങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു തീരുമാനമെടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും ഒത്തിരി അങ്ങ് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അമിതമായ ചിന്ത കാരണം നമുക്ക് ഒരിക്കലും ഒരു തീരുമാനം ശരിയായ രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കാറേ ഇല്ല. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറില്ല. നേരെ മറിച്ച് എന്താ ചെയ്യുക? മറ്റുള്ള വ്യക്തികളോട് പോയിട്ട് അഭിപ്രായങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് സമയമെടുക്കും. നമ്മൾ അതൊക്കെയായിരിക്കും കൂടുതൽ വില നൽകുന്ന കാര്യം. പിന്നെയോ, മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും നമ്മുടെ അഭിപ്രായം എന്താ, തീരുമാനം എന്താ, ഇതൊന്നും ആർക്കും അറിയാതെ പോകുന്നുണ്ട്. കാരണം നമ്മൾ അത് തുറന്നു പറയില്ല. നാലാമത്തേത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അതും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നമ്മളെ കൊണ്ട് അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് ഇമേജ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നത് സമയക്കുറവ് കൊണ്ടാണെന്ന് പുറമെ പറഞ്ഞാലും ഉള്ളിലറിയാം നമുക്കുണ്ടായിട്ടുള്ള ആങ്സൈറ്റി ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. സെൽഫ് ഡൗട്ട് ഒട്ടും നന്നല്ല. കാരണം നമ്മുടെ ഗ്രോത്ത് ഒക്കെ ലിമിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു സെൽഫ് അവയർനെസ് അത്യാവശ്യം തന്നെയാണ്. നമ്മളെ കൊണ്ട് എന്തൊക്കെ ഈസി ആയി ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വേഗം വളരാൻ സാധിക്കും. മികച്ച അവസരങ്ങൾ നമ്മെ തേടിയെത്തുകയും ചെയ്യും.